ഞാനും ആദ്യം കൂടി ഇന്ന് നെട്ടയത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു 3 മണിക്ക് ശേഷം. അപ്പോഴത്തേക്കും നമ്മൾ നെട്ടയത്തെത്തി കടയിലൊക്കെ കയറിയപ്പോൾ അവരെല്ലാവരും അവിടെ ആനയ്ക്ക് കൊടുക്കാനായിട്ട് പഴവും തണ്ണിമത്തനും ഒക്കെ വെച്ച് നല്ല പറയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഓരോ കടകളുടെ ഫ്രണ്ടിലും ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന് മണികണ്ഠേശ്വരം കോവിലിൽ ആന വരവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആനയെ. ആ ആനയല്ല, ഇവിടുത്തെ ആ ഉത്സവത്തിൻ്റെ ആനയെ നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ളവരൊക്കെ പോയി നിന്ന് ഇത് കാണാറുണ്ട്. അങ്ങനെ ഞങ്ങളും ഇന്ന് അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഞങ്ങൾ കാണാൻ പറ്റൂലെന്ന് വിചാരിച്ച് തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോഴാണ് ആന വരണുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളവിടെ തന്നെ അങ്ങ് നിന്നപ്പോഴത്തേക്ക് ആദ്യത്തെ 2-3 ഫ്ലോട്ടൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ് ഒരു കാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കുറേ തെയ്യത്തിൻ്റെ ഐറ്റംസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കിതിൻ്റേത് പേരൊന്നും അറിയത്തില്ല കേട്ടോ. പെൺകുട്ടികളാണ് ആൺകുട്ടികളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി സൂപ്പറായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ തുള്ളിക്കളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ആന വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായിരുന്നാലും 5 ആനയുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ ആനയെ കൂടി കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ അങ്ങ് നിന്ന് കേട്ടോ. അപ്പോഴത്തെ ഈ സാധനങ്ങളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഓരോ ഫ്ലോട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശിവൻ ഉണ്ടായിരുന്നു, പിന്നെ നേരത്തെ ഒരു ഗണപതി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിങ്ങനെ വേറെ ഒന്നും കാണിക്കുന്നില്ല. അതിങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ റോഡായതുകൊണ്ടായിരിക്കും ലൈനിലൊക്കെ തട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അത് വേറെ സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് പെണ്ണും ആണും കൂടെ ചേർന്ന ഒരു പകുതി രൂപമാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതും അതുപോലത്തെ കുറേ ചെണ്ടമേളങ്ങളൊക്കെയാണ്. അങ്ങനെ ചെണ്ടമേളമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഥകളിയുടെ പല വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ വേഷത്തിൽപ്പെട്ട കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വേഷങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ വല്ലപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങളിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ കുറച്ച് വണ്ടിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം അവർ അടുത്ത ഫ്ലോട്ടുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലെന്തോ അരയന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചിറകിങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്ലോട്ട് ഇങ്ങോട്ട് വന്നു. അത് സാധനം കൊള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഊഞ്ഞാലിലിരുന്ന് ഒരു ദേവനും ദേവിയും ആടുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് 2 അരയന്നങ്ങളിങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു രൂപം കേട്ടോ. ഇതിൻ്റെയും പേരെനിക്ക് അറിഞ്ഞുകൂടാ. അവരൊക്കെ നടന്ന് തളർന്നു കേട്ടോ. ഒരു റോഡ് സൈഡായതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കും കൂടിയല്ലേ. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഓരോരുത്തർ മുന്നോട്ട് പോയി കേട്ടോ. വണ്ടികളും ഇടയ്ക്കിടയ്ക്ക് കയറ്റി വിടണം. അതുമല്ല നെട്ടയത്തോട്ടും കലങ്ങിൻ്റെ അങ്ങോട്ടും ഒക്കെ പോകുന്ന വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് ആകെ ഒരു ഇതായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തെയ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഒരു 3-4 പേരുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കളിച്ച് അവരും പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ പയ്യന്മാരായിരുന്നു കേട്ടോ. അവർ കുടം പോലത്തെ ഒരു സാധനമൊക്കെ വെച്ച് കളിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകളുണ്ടായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. എനിക്കിങ്ങനെ റോഡിലൊക്കെ പോയി നിന്ന് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മളെ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയൊന്നും വിട്ടിട്ടില്ല. നമ്മുടെ വീട്ടിൻ്റെ അവിടെയുള്ള താലപ്പൊലികൾ മാത്രമേ നമ്മൾ പോയി കണ്ടിട്ടുള്ളൂ. യാദൃച്ഛികമായി ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴത്തേക്കും ഞാനത് വിടാറില്ല കേട്ടോ. ഫുള്ളായിട്ട് കണ്ടിട്ടൊക്കെ പോകാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. ഇനി അത് കഴിഞ്ഞത് ഇവിടെ നല്ലൊരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ പുറകിൽ നിന്ന് ആനക്കുട്ടന്മാർ വരുന്നുണ്ട്. അപ്പോൾ ആന വരുമ്പോഴത്തേക്കും അതിന് കാലിന് ചൂടേക്കാതിരിക്കാനായിരിക്കും നിറയെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ നമ്മുടെ ആനക്കുട്ടന്മാർ ഓരോരുത്തരായിട്ട് വരികയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവർക്കുള്ള കഴിക്കാനുള്ള ആഹാരമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അവരതൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇതിനെ കാണുമ്പോഴത്തേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഉത്സവത്തിനൊക്കെ മതം പൊട്ടിയെന്നൊക്കെ കേൾക്കൂലേ, അതുകൊണ്ടുള്ള പേടിയാണ് കേട്ടോ. പണ്ട് നമ്മൾ ആനയെ കാണണമെങ്കിൽ നമ്മുടെ ഈ അവിടുത്തെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ആന വരാറുണ്ടായിരുന്നു എല്ലാ വർഷവും. പണ്ട് കുഞ്ഞിലെ ഞങ്ങളൊക്കെ 10-12 വയസ്സൊക്കെ ഉള്ളപ്പോഴൊക്കെ അപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ആനയെ കാണണമെങ്കിൽ മ്യൂസിയത്ത് സൂ കാണാൻ പോകണം, അപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ അവിടെ ചെന്നാലും ആനയില്ലത്. ഇതുപോലെ വല്ല അവസരങ്ങളിലും നമ്മളൊരു ആനയെ കണ്ടാലായി. അങ്ങനെ കാണാൻ കിട്ടിയതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും ആസ്വദിച്ച് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അവരുടെ കാലിലൊക്കെ നല്ല കൊലുസുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ട്. ആ ആനയാണെങ്കിൽ വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇതെങ്ങാനും ഇടഞ്ഞാൽ ഞാൻ എങ്ങോട്ട് ഓടും എൻ്റെ കൊച്ചിനെയും കൊണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയേ. പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ ആന മുന്നോട്ട് വന്നു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനി വല്ലോ പറ്റുമോ, അത് നമ്മൾ ആക്രമിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നേ. പിന്നെ അവസാനം ഈ നമ്മുടെ കാറ്റ് നിറച്ച ബലൂണുകളായിട്ട് വന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ അതിനും അമ്മൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരേ ബഹളമായിരുന്നു തന്നെ. ഓരോ കുഞ്ഞുമക്കൾ അത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.